2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അഭിമാന പ്രശ്നമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. കാരണം 2016 നിയമസഭയിലേക്ക് ആദ്യ അക്കൗണ്ടായി. അത് 2021 CPMകാർ പൂട്ടിച്ചു. 2026 ആ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന് തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നീക്കം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ ആ മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 22,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞു. RSSൻ്റെ ശക്തി കേന്ദ്രങ്ങളുള്ള ഇടമാണ് നേമം. നേമം മണ്ഡലത്തിലെ നഗരസഭാ വാർഡുകളിൽ പോലും BJPക്ക് മുൻതൂക്കമുണ്ട്. അങ്ങനെയുള്ള ഇടം ഇനി അത് BJPയുടെ കൈകളിൽ തന്നെ സുരക്ഷിതമാക്കാനാണ് വളരെ കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ അങ്ങോട്ടേക്ക് ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ തന്നെ ആ മണ്ഡലം ഏറ്റെടുക്കും. ആ മണ്ഡലത്തിൽ 2016 ഒ രാജഗോപാൽ 8,671 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതുമാണ്. 2021 വന്നിട്ട് ശിവൻകുട്ടി 4,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. BJP കേരളത്തിലെ ഒരു 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനം കാണുന്നുണ്ട്. 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനവും കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും അതിപ്രധാനമായിട്ട് മാറുകയാണിപ്പോൾ നേമം മണ്ഡലം. നേമം മണ്ഡലത്തിൽ 2021 പരാജയപ്പെടുത്തിയതുകൊണ്ട് ചിലരുടെയൊക്കെ കണക്ക് കൂട്ടൽ ഇനി ഒരിക്കലും BJP അവിടെ മുളച്ചു വരില്ല എന്നുള്ളതാണ്. പക്ഷേ BJP ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേരോട്ടം നടത്തിയിരിക്കുന്ന ഇടം കൂടിയാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുകയാണെങ്കിൽ CPMൽ നിന്ന് ആരായിരിക്കും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അവിടെ ഒരുപക്ഷെ മന്ത്രി ശിവൻകുട്ടിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കും എന്നുള്ളൊരു വാർത്തയും പരക്കുന്നുണ്ട്. പക്ഷെ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ശിവൻകുട്ടിയെ മത്സരിപ്പിക്കാൻ ഇറക്കുമോ എന്നുള്ളത് സംശയമുണ്ട്. CPMന് എന്തായാലും അവിടെ അല്പം വേരുണ്ട്, അതിൻ്റെ ഒരു അടിത്തട്ട് ശക്തമാണ്. ശിവൻകുട്ടിക്ക് ആ മണ്ഡലത്തിൽ വലിയ ജനപ്രിയനാണ്. അതുകൊണ്ടൊക്കെ തന്നെ ശിവൻകുട്ടിയെ നിർത്തി വീണ്ടും BJPയെ അങ്ങോട്ട് കയറ്റാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് നോക്കുന്നത്. പക്ഷേ അത് ഇനിയും വില പോകുമോ എന്നറിയത്തില്ല. കാരണം എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ എല്ലായിടങ്ങളിലുമുണ്ട്, എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. അതെന്തായാലും തലസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗം തന്നെയാണ് നേമം മണ്ഡലം. ആ നേമം മണ്ഡലത്തിലുള്ള വോട്ടർമാർക്ക് കൃത്യമായി അറിയാം ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അത് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അത് ഇപ്പോൾ രാജഗോപാൽ 8,671 വോട്ടുകൾക്കാണ് വിജയിച്ചത് 2016. ഇനിയിപ്പോൾ ശിവൻകുട്ടിയെ അല്ല അവിടെ ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ ആരെ മത്സരിപ്പിക്കും എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. തുടക്ക സമയത്ത് എപ്പോഴും CPM ഒരു സെക്കൻഡ് നിര വാർത്തെടുക്കുന്ന സ്വഭാവമുണ്ടല്ലോ. അതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കാമെന്ന് ഇടയ്ക്ക് പാർട്ടി കണക്ക് കൂട്ടി. പക്ഷേ ഒരു മേയർ എന്നുള്ള രീതിയിൽ വൻ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പലതരത്തിലുള്ള അഴിമതി ഇടപാടുകളും പുറത്തു വരികയും ഒക്കെ ചെയ്തു, വലിയ വിവാദമാവുകയും ചെയ്തു. പിൻസീറ്റിലിരുന്ന് പലരും ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ള ആരോപണവും ഒക്കെ കേൾക്കേണ്ടി വന്നു. അപ്പോൾ ആര്യ രാജേന്ദ്രനെ അവിടെ ഇറക്കിയാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. കെട്ടിവെച്ച കാശ് പോലും CPMന് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യം പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ
CPM ഈ സ്ഥാനാർത്ഥികളെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ നേമത്ത്, അതുപോലെ തന്നെ കൊല്ലം നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. കൊല്ലത്തെ മുകേഷിൻ്റെ മണ്ഡലമാണ്. അവിടെ നിന്ന് ഇനിയൊരു വിജയം മുകേഷിന് ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു MLA ആണ്. അപ്പോൾ ഇനി അവിടെ നിർത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകാതെ തന്നെ അതിൽ ശക്തമായ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ഇതുപോലെ ചില മണ്ഡലങ്ങളാണ്. അവിടെ ഇനിയിപ്പോൾ ചിന്താ ജെറോമിനെ മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തുന്നുണ്ട്. ചിന്താ ജെറോമും ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ കുറച്ച് വനിതാ രത്നങ്ങളുണ്ട് CPMനെ മൂടോടെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ്. ഇപ്പോൾ വീണ ജോർജ്, നമുക്കറിയാം വീണ ജോർജ് പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിൽ നിന്നാൽ ഇനി ഒരു കാലത്തും വിജയിക്കാൻ പോകുന്നില്ല. അത്രത്തോളം ജനവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ്, നടപടിക്രമങ്ങളാണ് വീണയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ A ക്ലാസ് മണ്ഡലത്തിൽ BJP വലിയ മുന്നേറ്റം കുറിക്കും. CPMന് സ്ഥാനാർത്ഥികളില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് അവിടെ. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരിലേക്ക് പോകേണ്ടി വരും. അത് CPMനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രായപരിധിയിലൊക്കെ ഇളവ് വരുത്തിയിട്ടുള്ളത് അപൂർവമാണ്. പിണറായി വിജയന് കൊടുത്തിട്ടുണ്ട്. ഒരു തവണ കൂടി അത് അധികാരത്തിൽ തുടരാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം പിണറായി തന്നെ ആണല്ലോ പാർട്ടിയെയും ഭരണത്തെയും എല്ലാം തന്നെ തൻ്റെ കാൽ കീഴിലാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇവിടെ എന്തായാലും നിയമം ഇവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ തിരുവനന്തപുരത്തിന് നേമം മണ്ഡലം ഇവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുന്നതിൻ്റെ സൂചനയുമാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. നേമം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർക്കൊരു വൻ തിരിച്ചടിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. നേമം നേടിയെടുക്കുക, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ പോലുള്ള ഒരാൾ വിജയിച്ച് നിയമസഭയിൽ എത്തുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഈ നഗരസഭാ വാർഡുകളിൽ തന്നെ വലിയ മുന്നേറ്റം അവിടെ BJPക്കുണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കാണ് നഗരത്തിനോട് ചേർന്നുള്ള ഈ നേമം മണ്ഡലത്തിൽ കാണുന്നത്. അത് BJP അത് വേണ്ട രീതിയിൽ, കാരണം ഇപ്പോൾ അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് 2026 കേരളം BJP പിടിക്കും എന്നുള്ളത്. 2031 മുൻ സമയത്തൊക്കെ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ വലിയ ഒരു അതിശക്തമായ നീക്കം നടത്തുന്നു. കേരളത്തിൽ BJPക്ക് അനുകൂലമായ സാഹചര്യവും ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ BJP എന്തായാലും നേമം മണ്ഡലം തിരിച്ചു പിടിക്കും എന്ന് തന്നെ വേണം കണക്കുകൂട്ടാൻ.